കോൺഗ്രസിൽ അതൃപ്തി മെല്ലെ മെല്ലെ പുറത്തേക്ക് വരുന്നു. ചിലപ്പോൾ ഒരു പൊട്ടിത്തെറി, ഒരു ഉരുൾപൊട്ടൽ കോൺഗ്രസിനകത്ത് ഉണ്ടാകുമോ? ഉണ്ടാകുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഇന്ന് രണ്ട് സംഭവങ്ങളുണ്ടായി. ഒന്ന്, KPCC യോഗം വിളിക്കണമെന്ന് KPCCയുടെ ജനറൽ സെക്രട്ടറി ആവശ്യപ്പെടുന്നു. KPCC പ്രസിഡന്റിന് കത്ത് നൽകുന്നു. സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പാർട്ടി വേദിയിൽ ചർച്ച ചെയ്യുന്നില്ല, പാർട്ടിയോട് ആലോചിക്കുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് KPCC യോഗം വിളിച്ച് ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണം എന്നാണ് KPCC ജനറൽ സെക്രട്ടറി MR അഭിലാഷ് KPCC പ്രസിഡന്റിന് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സണ്ണി ജോസഫാണ് KPCC പ്രസിഡന്റ്. അദ്ദേഹം മന്ത്രി കൂടിയാണ്. അദ്ദേഹമാണ് യോഗം വിളിച്ചു ചേർക്കേണ്ടത്. വിളിച്ചു ചേർക്കുമോ ഇല്ലയോ എന്നത് മറ്റൊരു വിഷയം. കത്തിൽ എന്തൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത് എന്നും കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്ന്, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഓഹരി വിൽപ്പനയാണ്. മറ്റൊന്ന്, ഗവൺമെൻറ് പ്ലീഡർ നിയമനങ്ങളാണ്. അതോടൊപ്പം തന്നെ കുറഞ്ഞ വീര്യമുള്ള മദ്യത്തിന് നികുതി ചുമത്തിയതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അതേപോലെ കരിമണൽ പ്രശ്നമാണ്. ഇതെല്ലാം പാർട്ടിയിൽ ചർച്ച ചെയ്ത് നയപരമായ തീരുമാനമെടുക്കണം എന്നാണ് MR അഭിലാഷ് ആവശ്യപ്പെട്ടിരിക്കുന്നത്, കത്ത് നൽകിയിരിക്കുന്നത്. മന്ത്രിയായ M ലിജു മറ്റൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുമായി നേരത്തെ തന്നെ വിയോജിപ്പുണ്ട് അദ്ദേഹത്തിന്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഏർപ്പെടുത്തിയതിനെ കുറിച്ച് മന്ത്രിയുമായി ചർച്ച നടത്തിയില്ല. മന്ത്രിയും മുഖ്യമന്ത്രി സഭയിൽ പ്രഖ്യാപിക്കുമ്പോഴാണ് ഇക്കാര്യം അറിയുന്നത്. എക്സൈസ് വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയാണ് എന്നോർക്കണം. അതുകൊണ്ട് തന്നെ അദ്ദേഹം നേരത്തെ മുഖ്യമന്ത്രിയുടെ നിലപാടിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു, പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചിരുന്നു. UDF തീരുമാനിക്കും മദ്യം വിൽക്കണമോ വേണ്ടയോ എന്ന്. നികുതിയൊക്കെ ധനകാര്യമന്ത്രി നിശ്ചയിച്ചോട്ടെ എന്ന തരത്തിലാണ് M ലിജു പ്രതികരിച്ചത്. ഇന്ന് അദ്ദേഹം പറഞ്ഞ സുപ്രധാനമായ ഒരു കാര്യമുണ്ട്. കേരളത്തിലെ കോൺഗ്രസിൽ ബോസ് കൾച്ചർ ഇല്ല എന്ന്. പറയുന്നതെല്ലാം അതുപോലെ അനുസരിക്കുന്ന, കേൾക്കുന്ന ഒരു രീതിയല്ല കോൺഗ്രസിലുള്ളത്. എവിടത്തേക്കാണ് M ലിജു പോകുന്നത്? VD സതീശനിലേക്ക് തന്നെയാണ്. VD സതീശൻ പറഞ്ഞത് അതുപോലെ അനുസരിക്കുക എന്ന കൾച്ചർ, എന്ന സംസ്കാരം കോൺഗ്രസിനകത്തില്ല, ബോസ് കൾച്ചർ ഇല്ല എന്ന് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യക്ഷമായി തന്നെ VD സതീശനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു വീണ്ടും M ലിജു. കഴിഞ്ഞ ദിവസമാണ് PM നിയാസ്, KPCC ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം പരസ്യമായി വളരെ രൂക്ഷമായ ഭാഷയിൽ മുഖ്യമന്ത്രിയെയും മന്ത്രി KM ഷാജിയെയും വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. നിയമിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന ഗുരുതരമായ ആരോപണമാണ് KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് ഉന്നയിച്ചത്. അദ്ദേഹം ഹൈക്കമാൻഡിന് കത്ത് നൽകി, KPCC പ്രസിഡന്റിന് കത്ത് നൽകി. രമേശ് ചെന്നിത്തലയുമായും KPCC പ്രസിഡന്റുമായും കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രിയെ കാണാൻ സമയം ചോദിച്ചു, നൽകിയില്ല. എന്നാൽ പ്രതിഷേധങ്ങളെയെല്ലാം അവഗണിച്ച് N ശേഷാദ്രിനാഥനെ നിയമിച്ചിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി. ഇതെല്ലാം പോകട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്താവന നടത്തിയത് KC വേണുഗോപാലാണ്. അതും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തുറന്നടിച്ച് പറഞ്ഞു കഴിഞ്ഞു, കേരളം ഭരിക്കുന്നത് BJP സർക്കാരല്ല എന്നോർക്കണം എന്ന്. കേരളം ഭരിക്കുന്നത് BJP സർക്കാരാണോ എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. ആ ചോദ്യം നേരിട്ട് കേൾക്കുമ്പോൾ VD സതീശനെ കുറിച്ചല്ല, അദാനിക്ക് എതിരെയാണ് എന്ന് തോന്നും. എന്നാൽ പരോക്ഷമായി അത് VD സതീശനിലേക്കാണ് ചെന്നെത്തുന്നത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനി തീരുമാനമെടുക്കും, പിന്നീട് സർക്കാർ അംഗീകരിക്കും. അതാണ് രീതി. അതുപോലെ കേരളത്തിലും അദാനി അത്തരമൊരു തീരുമാനമെടുത്തു, സർക്കാർ അംഗീകരിക്കും എന്ന വിശ്വാസത്തിൽ നേരത്തെ മുഖ്യമന്ത്രി VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തീരുമാനം അനൗദ്യോഗികമായി അറിയിച്ചിരുന്നു എന്ന വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഔദ്യോഗികമായി അറിയിച്ചിരുന്നില്ല എന്നത് വസ്തുതയാണ്. കഴിഞ്ഞ ദിവസമാണ് അദാനി ഗ്രൂപ്പിൻ്റെ കത്ത് സർക്കാരിന് ലഭിക്കുന്നത് ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട്. ഞാനൊന്നും അറിഞ്ഞില്ല എന്നാണ് പറഞ്ഞത് മുഖ്യമന്ത്രി VD സതീശൻ. അദ്ദേഹം അറിയാതെ ഇതൊക്കെ നടക്കുമോ എന്ന വലിയ ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. KC വേണുഗോപാൽ അടക്കമുള്ളവർ രംഗത്ത് വന്ന് സർക്കാരിനെതിരെ പരോക്ഷ വിമർശനം ഉയർത്തുമ്പോൾ, KPCC യോഗം അടിയന്തരമായി വിളിച്ചേർക്കണമെന്ന് KPCC ജനറൽ സെക്രട്ടറി ആവശ്യപ്പെടുമ്പോൾ, PM നിയാസ് ഗുരുതരമായ ആരോപണം സർക്കാരിൻ്റെ സംഘീവൽക്കരണത്തെ സംബന്ധിച്ച് ഉയർത്തുമ്പോൾ, കേരളത്തിലെ കോൺഗ്രസിൽ ബോസ് കൾച്ചർ ഇല്ല എന്ന് M ലിജു മന്ത്രി പരസ്യമായി പറയുമ്പോൾ, കോൺഗ്രസിനകത്ത് എന്തൊക്കെയോ നടക്കാൻ പോകുന്നു എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, കാര്യങ്ങൾ വഷളാവുകയാണ് കോൺഗ്രസിനകത്ത്. എന്തോ ചെയ്യുന്നാറുന്നുണ്ട്, എന്തോ അല്ല. കേരളത്തിലെ സർക്കാരിൻ്റെ സംഘീവൽക്കരണമാണ് കോൺഗ്രസിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാൻ പോകുന്നത്. അതിൻ്റെ സൂചനകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.